ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യക്ക് ഇപ്പോൾ നമ്മൾക്ക് ഇങ്ങോട്ടുള്ള ഇറക്കുമതി അതിന് നമ്മൾക്ക് ചിലവ് കൂടും. പക്ഷെ ഇറക്കുമതി ചിലവ് കൂടുന്നത് നിയന്ത്രിക്കാൻ ഇന്ത്യ ഗവൺമെന്റ് ബദൽ മാർഗങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്, അതായത് തദ്ദേശീയമായിട്ട് സാധനങ്ങളെ ഉൽപ്പാദിപ്പിക്കുക. നമ്മൾ ഏറ്റവും കൂടുതൽ ആയുധവും ഓയിലുമാണല്ലോ ഇത് ചെയ്തത്, ഇറക്കുമതി ചെയ്യുന്നത്. അതില് ആയുധത്തിന്റെ കാര്യത്തില് നമ്മള് റഷ്യയുമായിട്ടാണെങ്കിൽ ആയുധം ഡോളറിലല്ല ഇറക്കുമതി ചെയ്യുന്നത്, രൂപയിലാണ്. അതേപോലെ തന്നെ ഓയിലും രൂപയായിട്ടാണ്. ഇനി അടുത്തത് ഗൾഫ് കൺട്രീസിൽ പലതുമായിട്ട് നമ്മൾ ഓയിലിന്റെ ഡീൽ ഇപ്പോൾ ചെയ്യുന്നത് രൂപയിലാണ്. അപ്പോൾ ഒരു വലിയ പ്രശ്നം അവിടെ തീർന്നോ? അടുത്തത് അമേരിക്കയുമായിട്ടുള്ള ഡീലിംഗ് ആണ്. അമേരിക്കയിൽ നമ്മൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അമേരിക്കയിൽ നിന്ന് നമ്മൾ ഇറക്കുമതി ചെയ്യുമ്പോൾ അമേരിക്കൻ ഡോളറിൽ വാങ്ങിക്കേണ്ടി വരും. നമ്മുടെ അവര് പല സാങ്കേതിക വിദ്യയും വിമാനവും നമുക്ക് തരാന്ന് പറയുമ്പോഴുണ്ടല്ലോ, ഇപ്പൊ 5th ജനറേഷൻ ഒക്കെ തരാന്ന് പറഞ്ഞല്ലോ. നമ്മളതിൽ നിന്ന് പിന്മാറുന്നതിന്റെ ഒരു കാര്യം ചർച്ച നടത്തുമ്പോൾ പിന്മാറുന്നതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഡോളറിൽ പേയ്മെന്റ് ചെയ്യണമെന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ അമേരിക്കയുമായിട്ട് ഡോളറിൽ പേയ്മെന്റ് ചെയ്യാതെ നമ്മൾക്ക് റഷ്യയുമായിട്ട് രൂപയിൽ പേയ്മെന്റ് ചെയ്യാമെന്ന് പറയുമ്പോൾ ഈ ഇറക്കുമതിയുടെ ചെലവ് നമ്മളെ അതിൽ ബാധിക്കുന്നുണ്ടോ? ഇല്ല. ഇനി അടുത്തത് യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടാണ്. യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് നമ്മൾക്കുള്ളത് കയറ്റുമതിയാണ്, നമ്മൾക്ക് വ്യാപാരം മിച്ചമാണുള്ളത്. ഇനി ചൈന മറ്റൊരു ഘടകമാണ്. ചൈന ഡോളറിനോട് ആഭിമുഖ്യമുള്ളൊരു രാജ്യമല്ല. അവർക്ക് അമേരിക്കൻ ഡോളറിനെതിരെ അവരുടെ കറൻസിയെ ഉയർത്തിക്കൊണ്ടുവരണമെന്ന് വലിയ ആഗ്രഹം. അപ്പോൾ ഇത് കൊണ്ടുവരണമെന്ന് അവർക്ക് ആഗ്രഹമുള്ളവരാണ്. അവർ സ്വാഭാവികമായിട്ടും നമ്മളും അവരുമായിട്ട് ഈ സുഖകരമല്ലാത്തൊരു അന്തരീക്ഷത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ പോകുന്നത്. മറിച്ച് നമ്മൾ അവരുമായിട്ട് ഒരു സ്ട്രോങ് ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അമേരിക്കക്ക് അതും വലിയ തിരിച്ചടിയാകും. അപ്പൊ ട്രംപ് എന്ന് പറയുന്ന വ്യക്തി എന്തുകൊണ്ട് ഡോളർ കച്ചവടം ചെയ്യണമെന്ന് ശഠിക്കുന്നു എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയെ പിടിച്ചു നിർത്താൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.